പ്രിയപ്പെട്ടവരെ, ജൂലൈ 3 തോമസ് ലീഗയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. 4 തവണയാണ് പഴയ നിയമത്തിൽ ഇന്ത്യ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മളിത് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, ഇന്ത്യ എന്ന വാക്ക് പണ്ട് മുതലേ പഴയ നിയമത്തിൽ വരുന്നുണ്ട്. അത്രയും മഹാരാജ്യം, അനുഗ്രഹിക്കപ്പെട്ട രാജ്യം ഇന്ത്യ എന്ന രാജ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയം തോമസ് ലീഗ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തോമസ് ലീഗയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൈവിരൽ തുമ്പത്ത് നമുക്ക് രക്തക്കറ കാണാം. കുന്തം കൊണ്ട് കുത്തിയ ആ കുന്തമുനയിലും രക്തം കാണാം. പ്രിയപ്പെട്ടവരെ, തിരുവിലാവിൽ കുത്തി, പടയാളികളൊരുവൻ കുത്തി രക്തവും ജലം പുറപ്പെട്ട പോലെ ഈ തോമസ് ലീഗയെ അവർ കുന്തം കൊണ്ടാണ് കുത്തിയത്. നമുക്ക് പെരിയമല, ചിന്നമല, സെന്റ് തോമസ് മൗണ്ട്, അതുപോലെ മൈലാപ്പൂരിലൊക്കെ പോയ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അത് വിശ്വാസം വർദ്ധിക്കാൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉരുവിട്ട പുണ്യവാൻ. ഇന്നും നമുക്ക് മുഴുവൻ സമയവും നാളെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 1000 തവണ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് എഴുതാം. മൈ ലോർഡ്, മൈ ഗോഡ് എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് 7 തവണ നിയോഗം മനസ്സിൽ വെച്ച് വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, 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 എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു നോട്ട് ബുക്ക് പേനയെടുത്ത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. തിരുനാളിൻ്റെ ആഘോഷം അങ്ങനെയാകട്ടെ. അതുപോലെ തന്നെ മാംസം ഭക്ഷിക്കുന്നത് നാളെ ഉചിതമാണെന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും മത്സ്യവും മാംസവും കഴിക്കുന്നുണ്ട്, വെള്ളിയാഴ്ച ഒഴികെ. സിസ്റ്ററിനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ്, വെള്ളിയാഴ്ച എല്ലാ ദിവസവും മത്സ്യവും മാംസവും കഴിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച ജൂലൈ 3 ഒരു പുണ്യവാൻ വിശുദ്ധൻ്റെ തിരുനാൾ പ്രമാണിച്ച് നമ്മുടെ ആ മാംസം കഴിക്കുന്നത്, മത്സ്യം കഴിക്കാം, മാംസം കഴിക്കുന്നത് നമ്മൾ ഉചിതമാണെന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് നമുക്ക് ചെയ്യാം. എല്ലാ ദിവസവും കഴിക്കുന്നവരാണ് നമ്മൾ. വെള്ളിയാഴ്ച ഒരു പുണ്യവാന്റെ തിരുനാൾ പ്രമാണിച്ച് എന്ത് ചെയ്യണമെന്ന് ഓരോരുത്തരും മനസ്സാക്ഷി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.